ഹായ് ഓൾ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നൊരു കുഴിമന്തിയുടെ റെസിപ്പി ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് ഇപ്പോൾ ഇത് ചിക്കനാണ്. ഇതിന് വേണ്ടിയിട്ട് മസാല തയ്യാറാക്കി എടുക്കാൻ നമുക്ക് ആദ്യം ഗ്രീൻ മസാല വേണം. അതിനാവശ്യമായിട്ടുള്ള മിക്സിയിലെ ജാറിലേക്ക് ഞാൻ അല്പം മല്ലിയില, 3 പച്ചമുളക്, 2 കഷ്ണം ഇഞ്ചി, പിന്നെ കുറച്ച് വെളുത്തുള്ളി, പിന്നെ അല്പം ഉപ്പ്, പിന്നെ ഒരു 1 ടീസ്പൂണ് നമ്മുടെ വിനാഗിരി കൂടി ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം കേട്ടോ. ഇനി നമ്മുടെ ചിക്കനിലേക്ക് നമ്മൾ ചിക്കന് ഇത് ഫോർക്ക് വെച്ച് നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കുക കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മുടെ ചെറുനാരങ്ങയുടെ ജ്യൂസ് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മുടെ മസാല നന്നായിട്ട് പുരട്ടി കൊടുക്കുക കേട്ടോ. അതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മസാല നന്നായിട്ട് എല്ലായിടത്തും ആവുന്ന രൂപത്തിൽ നമുക്ക് മസാല നന്നായിട്ട് പുരട്ടിയെടുക്കാം. അതിനുശേഷം ഞാൻ ഒരു റിംഗ് റാപ്പ് വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 20 മിനിറ്റ്സ് ഞാനിത് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് കേട്ടോ. ഫ്രീസ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമുക്ക് മറ്റൊരു പാനിലേക്ക് നമ്മൾ കുഴിമന്തിക്ക് ഇതിന് വേണ്ടിയിട്ടുള്ളൊരു മസാല ചിക്കന് വീണ്ടും ഞാൻ സെക്കൻഡ് പാർട്ടായിട്ട് വീണ്ടും മസാല പൊട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ഇത്തിരി മസാല വറുത്തെടുക്കാം മറ്റൊരു പാനിലേക്ക്. ആ വറുത്തെടുത്ത മസാല ഒരു മിക്സിയുടെ ജാറിൽ നന്നായിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ 2 നമ്മുടെ ചിക്കൻ സ്റ്റോക്ക് ഉണ്ടല്ലോ, അതുകൂടി ചേർത്ത് ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ പൊടിച്ചെടുക്കണം. അതിനുശേഷം ഞാൻ ഫ്രിഡ്ജിലെടുത്ത് 20 മിനിറ്റ്സ് വെച്ചിട്ടുള്ള നമ്മൾ ചിക്കനിലേക്ക് ഈ പൊടിച്ചെടുത്ത മസാല വീണ്ടും നന്നായിട്ടൊന്ന് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് റെഡ് ഫുഡ് കളർ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓപ്ഷനിലാണ്, നല്ലൊരു കളറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തത് മാത്രം. പിന്നീട് ഇതിലേക്ക് നമ്മുടെ ക്രഷ്ഡ് ചില്ലി ഉണ്ടല്ലോ, അതൊരു 1 ടേബിൾ സ്പൂണും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും ഒരു 20 മിനിറ്റ്സ് ഞാൻ ഫ്രീസറിൽ വെക്കുന്നുണ്ട് കേട്ടോ. താഴത്തെ വെച്ചാൽ മതി, ഞാൻ പെട്ടെന്ന് ചേർക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെച്ചിട്ടുള്ളത്. പിന്നീട് മറ്റൊരു പാനിലേക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുത്ത് ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും ഇത്തിരി എന്താ പറയുക നമ്മുടെ ക്യാപ്സിക്കം ഉണ്ടല്ലോ, അത് കട്ട് ചെയ്തതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. പിന്നീട് നമുക്ക് നമ്മുടെ കുഴിമന്തിക്ക് വേണ്ടിയുള്ള റൈസ് തയ്യാറാക്കി എടുക്കണ്ടേ. അപ്പോൾ ഇവിടെ 2 കപ്പ് നമ്മുടെ സെല്ല റൈസ് ഉണ്ടല്ലോ, നമ്മുടെ കുഴിമന്തി റൈസ് അതെടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ചിക്കന് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇത്തിരി ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ മറ്റൊരു പാനിലേക്ക് ഇതിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ കുഴിമന്തിക്ക് വേണ്ടിയിട്ടുള്ള റൈസ് വേവിച്ചെടുക്കാം കേട്ടോ. ഞാനൊരു പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ച് അത് ചൂടായതിന് ശേഷം നമ്മുടെ ഓൾ സ്പൈസസ് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 എന്താ പറയുക നമ്മുടെ ചിക്കൻ സ്റ്റോക്ക് ഉണ്ടല്ലോ, അതുകൂടി പൊടിച്ചിട്ട് ഞാൻ ഇട്ടെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് അരിട്ട് കൊടുക്കാം. നമ്മുടെ അരി ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചിക്കനെ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് കുക്കായി ഞാൻ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മുടെ റൈസ് ഒന്ന് ഞാൻ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. അതെനിക്ക് വീട്ടെടുക്കാൻ പറ്റില്ല കേട്ടോ, അത് മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റൈസിൻ്റെ മുകളിലേക്ക് ഞാൻ ഇത്തിരി പാലിൽ ഇത്തിരി നമ്മുടെ മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ, നമ്മൾ ടർമറിക് പൗഡർ കലക്കിയിട്ടാണ് അതിൽ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കന് ഇതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കാം. പിന്നെ 2 പച്ചമുളകും കൂടി ഇതിന് മേലേക്ക് കുത്തി വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമ്മുടെ ചാർക്കോൾ ഉണ്ടല്ലോ, അതുകൂടി വെച്ചിട്ട് നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കാം. ദം ചെയ്തെടുക്കുന്നത് ഞാൻ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടാണ് അത് ചെയ്തെടുത്തിട്ടുള്ളത്. സ്റ്റൗ ടോപ്പിൽ ജസ്റ്റ് ഒന്ന് ഒരു 30 മിനിറ്റ്സ് വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ കുഴിമന്തി റെഡി ആയി കിട്ടും. അപ്പോൾ എന്താ പറയുക, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുഴിമന്തി റെസിപ്പിയാണ്. നമ്മുടെ പെരി പെരി ചിക്കൻ മന്തിയാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്നൊരു റെസിപ്പി നിങ്ങൾക്ക് കൂടി ഞാൻ ഷെയർ ചെയ്ത് തന്നത് മാത്രം കേട്ടോ, നിങ്ങൾക്ക് കൂടി കാണിച്ചു തന്നത് മാത്രം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കുഴിമന്തി റെസിപ്പിയാണ്, കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഞാൻ ചെയ്യുന്നൊരു മെത്തേഡ് മാത്രം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നത് മാത്രം കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് കുഴിമന്തി തയ്യാറാക്കി എടുക്കുന്നത്. പിന്നെ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോക്കൊന്ന് ഒരു ലൈക്ക് കൂടി ചെയ്തേക്കണേ.